നിങ്ങൾ എല്ലാ ഇലക്ഷനിലും വിജയിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ക്രെഡിറ്റും, തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ പിന്നെ ക്രെഡിറ്റ് എന്താണ് എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് എല്ലാ ഇലക്ഷനും പോയി പറയാറുണ്ടല്ലോ. നിലമ്പൂർ ഇലക്ഷനിൽ അത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ ക്രെഡിറ്റ് അല്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസിനെ കൂടെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് ലീഗിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്, ഇവിടെ തോക്കുകയില്ല, അതിന് തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ലീഗിനാണെന്ന് PMA സലാം പറഞ്ഞിട്ടുണ്ടെന്ന് PK ഫിറോസിനെ കൂട്ടിയെടുത്ത് പറയുകയാണ്. അപ്പം ഞങ്ങൾ കോൺഗ്രസ്സുകാരായ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്കൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്തമില്ല, ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ലീഗിൻ്റെ കയ്യിലും എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു സംവിധാനം. അപ്പം ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, ഒരു നേതാവ് ഉറപ്പിച്ച് പറയില്ല. ഞാൻ ആകെ ഇന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു നേതാവിനെ കണ്ടത് നമ്മുടെ എന്താണ് KPCC ജനറൽ സെക്രട്ടറി ജയന്താണ്. ജയന്ത് എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്, ഇവിടെ ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും, ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനായി നിങ്ങൾ കണക്ക് കൂട്ടണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അടുത്ത കാലത്ത് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെ ഒരു ഉറച്ച നിലപാട് പറഞ്ഞ അദ്ദേഹത്തെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറെ ഒരാൾ പോലും ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞ് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഈ സുധാകരൻ എന്ന് പറഞ്ഞാൽ മുൻ KPCC പ്രസിഡന്റ് ആ ഏരിയയിലേക്കേ പോകുന്നില്ല, മനസ്സിലായി. അപ്പം എന്താണ് അവിടെ നടക്കുക എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവിടെ നല്ല രീതിയിൽ അടിയൊഴുക്കുണ്ടാവും, നല്ല രീതിയിൽ വോട്ട് PV അൻവർ പിടിക്കാനാണ് സാധ്യത. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയാണ്. അത്രയും വലിയ പ്രശ്നം ഇപ്പോൾ CPM ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.